ഹായ് ഓൾ, വെൽക്കം ടു വിന്നൂസ് ഇന്ത്യ ലേണിംഗ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് വളരെ സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന കുട്ടി കുട്ടി സെന്റൻസുകളാട്ടോ. വേറെ ഒന്നല്ല, നമുക്കൊരു ചായ കുടിക്കാൻ പോവാം. നമ്മളിപ്പോ പുറത്തൊക്കെ പോയിട്ട് ചെറിയ ചെറിയ കടകളിൽ നിന്നൊക്കെ ചായ കുടിക്കല്ലോ അല്ലെ. ചെറുതോ വലുതോ ആയിക്കോട്ടെ, എവിടെയായാലും ചായ കുടിക്കുന്നവർക്ക് സംസാരിക്കുന്ന കുറച്ച് സെന്റൻസുകൾ നോക്കാം കേട്ടോ. ആദ്യം തന്നെ നമ്മുടെ സുഹൃത്തോ ആരും ആയിക്കോട്ടെ കൂടിയുള്ളവര് നമ്മൾ പറയാണ് ഒരു ചായ കുടിക്കാൻ പോവാം, ഒരു ചായ കുടിക്കാൻ പോവാം, അല്ലെങ്കിൽ ചായ കുടിക്കാൻ പോവാം എന്ന് നമ്മൾ പറയാം അല്ലെ. എങ്ങനെയാണ്? ചായ് പീനെ ജായെങ്കെ. ചോദിക്കുകയാണ് കേട്ടോ. ചായ് പീനെ ജായെങ്കെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ? ചായ കുടിക്കാൻ പോവാം എന്ന് ചോദിക്കുന്ന ചായ് പീനെ ജായെങ്കെ. ഓക്കെ, ഇനിയിപ്പോ ഷോപ്പിൽ ചെന്നിട്ട് നമ്മൾ ചോദിക്കുകയാണ് രണ്ട് ചായ തരൂ എന്ന് പറയാം അല്ലെ. എങ്ങനെ ഹിന്ദിയിൽ ചോദിക്കുക? സിമ്പിൾ ആയിട്ട് അവിടെ ആരാണ് നിൽക്കുന്നത്, നമ്മൾ പറയുന്നത് എങ്ങനെയാണ്? അദ്ദേഹത്തെ വിളിക്കുന്നത് ഭായി എന്ന് കേട്ടോ. ഭായി എന്ന് അല്ലെങ്കിൽ ബയ്യാന്നോ എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പൊ ഭായ് ദോ ചായ് ദേ ദോ, ഇത്രേ ഉള്ളൂ. ഭായ് ദോ ചായ് ദേ ദോ, ഭായ് ദോ ചായ് ദേ ദോ എന്ന് പറഞ്ഞാൽ രണ്ട് ചായ തരൂ എന്ന് പറയുന്നതാ. ഓക്കെ, ഇനി നല്ല റെസ്പെക്റ്റിലേക്ക് ആണെങ്കിൽ ദീജി എന്ന് പറയാം കേട്ടോ. ദോ ചായ് ദീജിയെ എന്നും പറയാം. ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞു ഭായ് ദോ ചായ് ദേ ദോ. പിന്നെ ചില ആളുകൾക്ക് ഇഞ്ചി ഇട്ടിട്ടുള്ള ചായ ഇഷ്ടമായിരിക്കും അല്ലെ. ഇപ്പൊ നോർത്ത് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ കൂടുതലും ആളുകൾ അങ്ങനെയായിരിക്കും കുടിക്കുന്നുണ്ടാവുക അല്ലെ. അപ്പൊ ഇഞ്ചിനെ ഹിന്ദിയിൽ പറയുന്നത് അദ്രക് എന്നാണ്. അദ്രക്. ഓക്കെ, അപ്പൊ അദ്രക് ഡാൽക്കെ ബനാവോ എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഞ്ചി ഇട്ട് ഉണ്ടാക്കൂ. ബനാന എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുക. അപ്പൊ അദ്രക് ഡാൽക്കെ, ഡാൽന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടുക. ഞാൻ ഓരോ വാക്കിന്റെ അർത്ഥങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. ഡാൽന എന്ന് പറഞ്ഞാൽ ഇടുക, ബനാന എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുക. അപ്പൊ ഡാൽക്കെ എന്ന് പറഞ്ഞാൽ ഇട്ടിട്ട് എന്നുള്ള അർത്ഥത. ഇട്ട് അല്ലെങ്കിൽ ഇട്ടിട്ട് എന്നൊക്കെ പറയത്തില്ലയോ, അതാണ് കേട്ടോ. അദ്രക് ഡാൽക്കെ ബനാവോ, ഇഞ്ചി ഇട്ട് ഉണ്ടാക്കൂ എന്ന് പറയുന്ന. ഓക്കെ, ഇനി അതുപോലെ തന്നെ ചില ആളുകൾ ഏലക്ക ഇട്ട് ഉണ്ടാക്കുന്നവരുണ്ടാവും അല്ലെ. ചില ആളുകൾക്ക് ഇഞ്ചിയും ഏലക്കയും കൂടി ഇടുന്ന ആ ഒരു ഫ്ലേവർ ചിലപ്പോൾ ഇഷ്ടം ഉണ്ടാവണമെന്നില്ല. എനിക്കൊക്കെ അങ്ങനെയാണ്. നമ്മൾ രണ്ടും കൂടി ഇടത്തില്ലേ, ഇഞ്ചിയും അല്ലെങ്കിൽ ഏലക്ക ഏതെങ്കിലും ഒന്നാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഇഞ്ചി ഏലക്ക ഇടണ്ടെന്നാണ് പറയണെങ്കിൽ എങ്ങനെയാണെന്നാണ്. അവിടെ ഏലക്കനെ പറയുന്നത് ഇലാച്ചി എന്നാണ്. ഓക്കെ, അപ്പൊ ഇലാച്ചി മത് ഡാലോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലാച്ചി ഏലക്ക ഇടരുത് എന്ന് പറയുന്നതാ. ഇലാച്ചി മത്ത് ഡാലോ അല്ലെങ്കിൽ മത്ത് ഡാൽന. ഡാൽന എന്ന് പറയാം, ഡാലോ എന്ന് പറയാം. അതൊക്കെ എന്താണെന്ന് നിങ്ങൾക്ക് എളുപ്പം വരുന്നത് അത് യൂസ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ പറയാം അല്ലെ, മധുരം കുറച്ചിട്. മധുരം എന്ന് പറയുന്നതിനെ മീട്ട എന്നാ പറയാം. പക്ഷെ ഈ മധുരം എന്താണ്? പഞ്ചസാരയാണ് അല്ലെ. ഇവിടെ പഞ്ചസാര കുറച്ചിട് എന്ന് പറയുകയാണെങ്കിൽ അവിടെ പഞ്ചസാരനെ പറയുന്നത് ചീനി എന്നാണ്. ചീനി. അപ്പൊ ചീനി കം ഡാൽന എന്ന് പറഞ്ഞാൽ ചീനി കുറച്ചിടണം എന്ന് പറയുന്നതാ. ചീനി കം ഡാൽന ഹെ, ചീനി കം ഡാൽന ഹെ അല്ലെങ്കിൽ ചീനി കം ഡാലോ. എന്താണ്? പഞ്ചസാര കുറച്ചിടൂ എന്ന് പറയുന്ന. അതല്ലെങ്കിൽ മീട്ട കം ഡാൽന എന്ന് പറഞ്ഞ എന്താ? മീട്ട മധുരം കുറച്ചിടണം എന്നുള്ള അർത്ഥത്തിലാണ്. മീട്ട കം ഡാൽന. ഇനി അതല്ലെങ്കിൽ ഇങ്ങനെയും പറയാം, ബിന മീട്ട വാല അല്ലെങ്കിൽ ബിന ചീനി വാല എന്ന് പറഞ്ഞ എന്താ? അവിടെ ബിന എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ഇല്ലാത്തത് എന്ന് പറയുന്ന. ബിന ചീനി എന്ന് പറഞ്ഞാൽ പഞ്ചസാര ഇല്ലാത്തത് എന്നുള്ളതാ. അപ്പൊ ബിന മീട്ട ചായ് ദേദോ എന്ന് പറഞ്ഞാൽ മധുരമില്ലാത്ത ചായ തരൂ എന്ന് പറയുന്ന. ക്ലിയർ ആവുന്നതാണ്. വളരെ സിമ്പിൾ സെന്റൻസുകളാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ഇനി അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പറയാം അല്ലെ, ചൂട് ചായ തരൂ. ചൂടിനെ പറയുന്നത് ഗരം എന്നാണ്. ഗരം. ഗരം ചായ്. ഗരം ചായ് എന്ന് പറഞ്ഞാൽ ചൂട് ചായ. ഇനി കുഞ്ഞുമക്കളൊക്കെ കൊണ്ടാണ് പോകുന്നെങ്കിൽ, ഇപ്പൊ ഞാൻ ജസ്റ്റ് സുഹൃത്ത് എന്നാണ് പറഞ്ഞത്, എന്നാൽ പോലും നമ്മൾ ഫാമിലിക്ക് ആയിട്ട് പോകുമ്പോൾ ഒരു ഗ്ലാസ് കൂടി തരണം എന്ന് പറയേണ്ട ആവശ്യം വരും അല്ലെ. ഒരു ഗ്ലാസ് കൂടി തായോ. എങ്ങനെ പറയാ? ഏക് ഓർ ഗ്ലാസ് ബി ദേദോ എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് കൂടി തരും. അവിടെ ഹിന്ദിയിൽ ഗിലാസ് എന്നാണ് പറയാ ഗ്ലാസ്സിനെ. കോമൺ ആയിട്ട് ഗ്ലാസ് എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ, ഏക് ഓർ ഗ്ലാസ് ബി ദേദോ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഗ്ലാസ് കൂടി തരൂ എന്ന് പറയുന്ന. ബൈ ഏക് ഓർ ഗ്ലാസ് ബി ദേദോ എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് കൂടി തരൂ. അതിപ്പോ നമുക്ക് എന്താണ് ആവശ്യങ്ങൾ വരികയെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ടാണ് എല്ലാ സെന്റൻസും ഞാൻ പറയുന്നത് കേട്ടോ. പല രീതിയിൽ നമ്മൾ സംസാരിക്കും അല്ലെ. ഇനി എന്താ ചായക്കട ചോദിക്കുക? കഴിക്കാൻ എന്താ ഉള്ളതെന്ന് ചോദിക്കുക അല്ലെ. കഴിക്കാൻ എന്താണ് ഉള്ളത്? എങ്ങനെയാണ് കഴിക്കാൻ എന്ന് പറയാൻ? ഖാനെ കേലിയെ. ഖാനെ കേലിയെ ക്യാ ഹെ. ക്യാ ഹെ എന്ന് വെച്ചാൽ എന്താണ് എന്നുള്ള അർത്ഥത്തിലാട്ടോ. എന്തുണ്ട് എന്ന് ചോദിക്കുന്ന. ഓക്കെ, ഖാനെ കേലിയെ ക്യാ ഹെ, കഴിക്കാൻ എന്തുണ്ട്. അപ്പൊ അദ്ദേഹം അവിടെയുള്ള കാര്യങ്ങളൊക്കെ പറയും അല്ലെ. സമൂസ, വട. ഇനിയിപ്പോ നോർത്ത് സൈഡ് ആണെങ്കിൽ വട പാവ്, അതുപോലെ പാവ് ബജി, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ അതിലേതെങ്കിലും ഇങ്ങനെ പറയുവാണ്. നമ്മൾ പറയുകയാണ് ഇപ്പൊ രണ്ട് സമൂസ തായോ. എങ്ങനെ ചോദിക്കാം? നേരത്തെ നമ്മൾ ചോദിച്ചില്ലയോ, രണ്ട് ചായ തരുമോ. എങ്ങനെയാ? ദോ ചായ് തേതോ അല്ലെ. അപ്പൊ ഇവിടെ രണ്ട് സമൂസ.
ദോ സമൂസ ദേദോ, 2 സമൂസ തരൂ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മളത് കഴിച്ചു. അപ്പൊ നമുക്ക് 2 വടയും കൂടി വേണമെന്ന് വിചാരിക്കാം. അപ്പൊ എങ്ങനെയാ ചോദിക്കണ്ടേ? ഇത്രേ ഉള്ളൂ അല്ലെ, ദോ വട ബി ദേദോ. അവിടെ ദോ വട ദേദോ എന്നതിന് പകരം നമ്മൾ ഒരു പ്രാവശ്യം വാങ്ങിയത് കൊണ്ട് തന്നെ അവിടെ ഒരു ബി എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നുണ്ട്. ദോ വട ബി ദേദോ, 2 വടയും കൂടി തരൂ എന്ന് പറയുന്ന. മനസ്സിലാവുന്നുണ്ടോ? സെന്റൻസ് വൈസ് നിങ്ങൾ മനസ്സിലാക്കുക. 2 വട തരൂ അല്ലെങ്കിൽ 2 സമൂസ തരൂ, ദോ സമൂസ ദേദോ. ഇവിടെ നമ്മൾ എന്താ പറഞ്ഞ? ദോ വട ബി ദേദോ. അപ്പൊ അവിടെ അർത്ഥവ്യത്യാസം വന്നു കേട്ടോ. ഇവിടെ 2 വടയും കൂടി തരൂ എന്ന് പറഞ്ഞു, നേരത്തെ 2 സമൂസ തരൂ എന്ന് പറഞ്ഞു. ഈ ഡിഫറൻസ് ഉള്ളൂ. അതാണ് ആ ബിയുടെ വ്യത്യാസം വരുന്നത്. ഒരു സെന്റൻസിൽ ബി എന്ന് വെക്കുന്നത് ആ കൂടെ എന്ന് പറയാനാണ്. അപ്പൊ അദ്ദേഹം ചോദിക്കുകയാണ് നമ്മളോട്, ഇനിയും വേണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇനിയും വേണോ എന്നെങ്ങനെ ചോദിക്കുക? ഓർ ബി ചാഹിയേ ക്യാ, ഓർ ബി ചാഹിയേ എന്നാ ചോദിക്കുക. അതെന്താണ്? ഇനിയും വേണോ. അവിടെ ആ ബിയുടെ യൂസ് ഒന്ന് മനസ്സിലാക്കണം കേട്ടോ. ഓർ ബി ചാഹിയേ, ഇനിയും വേണോ എന്ന് ചോദിക്കുന്ന. ക്ലിയർ ആയോ? അപ്പൊ വട തരുമ്പോ എന്താണ്? ഓട്ടോമാറ്റിക്കലി നമ്മൾ ചട്നി ചോദിക്കും അല്ലെ. ചട്നി ഉണ്ടോ എന്നെങ്ങനെ ചോദിക്കുക? ചട്നി ഉണ്ടോ, ചട്നി ഹേക്കിയ, ചട്നി ഹേക്കിയ എന്ന് ചോദിക്കുക കേട്ടോ. അപ്പൊ അദ്ദേഹം ഉണ്ടെങ്കിൽ എടുത്തു തരും. നമ്മളപ്പോ ചട്നി കൂട്ടി കഴിക്കും. ചിലപ്പോ നമ്മൾ പറയില്ലേ, ഓ ചട്നി ഭയങ്കര എരിവാണ്, ചട്നി നല്ല എരിവാണ്. ആ ഒരു സെന്റൻസ് എങ്ങനെ ഹിന്ദിയിൽ പറയണേ? ചട്നി ഭൗ തീക്കി ഹെ എന്നാ പറയാം. അവിടെ തീക്ക എന്നുള്ള വാക്കാണ്. തീക്ക എന്ന് പറയുന്നത് എരിവിനെയാണ് കേട്ടോ. ഇവിടെ ചട്നി ആ ഒരു സ്ത്രീലിംഗ വേർഡ് വെച്ചിട്ടാണ് തീക്കി പറഞ്ഞത്. ഇനിയിപ്പോ തീക്ക പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ചട്നി ഭൗ തീക്കി ഹെ, ചട്നി നല്ല എരിവാണ് എന്ന് പറയുന്ന. ഇനി എന്താണ്? വട ക്രിസ്പിയാണ് അല്ലെ, വട നല്ലതാണ് അല്ലെങ്കിൽ ക്രിസ്പിയാണ് എന്നൊക്കെ പറയുകയാണെങ്കിൽ വട അച്ച ഓർ ക്രിസ്പി ഹെ, വട അച്ച ഓർ ക്രിസ്പി ഹെ. എന്താണ്? ക്രിസ്പിനെ ക്രിസ്പി എന്ന് തന്നെ പറഞ്ഞാൽ മതി കേട്ടോ. വട അച്ച ഹെ എന്ന് പറഞ്ഞാൽ നല്ലതാണ്. ക്രിസ്പി ഹേ, അവിടെ ഹേയുടെ അർത്ഥം വരുന്നത് ആണെന്ന് പറയാനാട്ടോ. പുതിയ ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. നമ്മൾ ഹിന്ദി സംസാരിക്കുന്ന സമയത്ത് എല്ലാ സെന്റൻസും നോക്കി നിങ്ങൾ ഈ ഹേ എന്നുള്ളൊരു വേർഡ് കാണുന്നുണ്ട് അല്ലെ. ഇവിടെ ഹേ എന്ന് പറയുന്നതിന് ഏറ്റവും വലിയൊരു അർത്ഥമാണ്. ഒരു സെന്റൻസിനെ പൂർണ്ണമാക്കുന്ന ഒരു അർത്ഥമാണ് അവിടെ വരുന്നത്. ഇവിടെ എന്താണ്? അച്ഛ ഹേ എന്ന് പറയുമ്പോൾ ഹേ എന്ന് പറഞ്ഞ ആണ് എന്ന് പറയാനാണ്. ആണ് അല്ലെങ്കിൽ ആകുന്നു, നല്ലതാകുന്നു എന്ന് പറയുമ്പോഴാണ് അവിടെ ഹേ വരുന്നത് കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു വേർഡാണ്. എന്നാൽ നമ്മളെപ്പോഴും ഇങ്ങനെ ഹിന്ദി സംസാരിക്കുന്നവര് ഒന്നും അറിയാത്ത സമയത്ത് പോലും എന്തെങ്കിലും സെന്റൻസ് തട്ടിമുട്ടിയൊക്കെ പറഞ്ഞ് ആ ഹേ യൂസ് ചെയ്യാൻ മറക്കാറില്ല അല്ലെ. അതാണ് ആ ഹേ എന്ന് പറയുന്നത്. ഇത്ര വലിയൊരു അർത്ഥമാണ് കേട്ടോ. ക്രിസ്പി ആണ് അല്ലെങ്കിൽ നല്ലതാണ്, ആണ് എന്ന് പറയാനാണ്. മറ്റൊരർത്ഥം കൂടി ഹേയ്ക്ക് വരുന്നുണ്ട്, ഉണ്ട് എന്ന് പറയാനായിട്ട്. പല സിറ്റുവേഷനിൽ പല അർത്ഥങ്ങൾ യൂസ് ചെയ്യാം കേട്ടോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ കയ്യിലുണ്ട് എന്ന് പറയാനായിട്ട് എങ്ങനെയാണ്? മേരെ പാസ് എന്ന് പറയുമ്പോൾ എന്റെ അടുത്ത്, എന്റെ കയ്യിൽ എന്ന് പറഞ്ഞാൽ ഹാത്താണ് കൈ കേട്ടോ. മേരെ ഹാത്തുമേന്ന് വരും. ഇവിടെ എന്റെ അടുത്തുണ്ട് എന്ന് പറയാനാണെങ്കിൽ മേരെ പാസ്, അവിടെ ഉണ്ട് പറയാനാണ് ഹേ വെക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ഇപ്പൊ ആരെങ്കിലും നമ്മളോട് എന്തെങ്കിലും വസ്തുക്കൾ ഉണ്ടോ എന്ന് ചോദിക്കുക അല്ലെ. നമ്മൾ ഹിന്ദി സംസാരിക്കുമ്പോൾ ഏറ്റവും ആദ്യം അറിഞ്ഞിരിക്കുന്ന ഒരു വേർഡാണ്. നമ്മളോട് ഒരാൾ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എന്തെങ്കിലും ഉണ്ടോന്ന് കേട്ടോ. മറ്റേ ഭക്ഷണം കഴിച്ചോന്നല്ല ഉദ്ദേശിക്കുന്നത്. അത് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടെന്ന് ഇല്ല എന്നും പറയാൻ നമ്മൾ പഠിക്കണം. അവിടെ ഇല്ല എന്ന് പറയാൻ നമുക്ക് അറിയാം. എന്താണ്? നെഹി പറയാൻ അറിയാം. ഉണ്ട് എന്ന് പറയാനായിട്ട് പലർക്കും അറിയാൻ പറ്റില്ല അല്ലെ. അവിടെ ഉണ്ട് എന്ന് പറയുന്നത് ഹേ എന്നാണ്. ഹേ, വീട്ടിൽ അമ്മയുണ്ടോ? ഉണ്ട് എന്ന് നമുക്ക് പറയണം അല്ലെ. അതല്ലെന്നുണ്ടെങ്കിൽ കറണ്ട് ഉണ്ടോ, വെള്ളം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോ ഉണ്ട് എന്ന് പറയാനായിട്ട് ഈ ഹേ ആണ് പറയണ്ടേ. ഹേ, അവിടെ ഹാ പറയുന്നു അത്രേ ഉള്ളൂ. അതല്ലെങ്കിൽ ഹേ മാത്രം പറയാം കേട്ടോ. ഹേ, അവിടെ ഹാ എന്ന് ഉദ്ദേശിച്ചത് നമ്മൾ എന്നൊക്കെ പറയത്തില്ലേ, എന്ന് പറയത്തില്ലേ, അതുപോലെയാണ് ഹാ എന്ന് പറയാം. അതല്ലെങ്കിൽ ഹേ, ഉണ്ട് എന്ന് പറയുന്ന. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ വട നല്ലതാണെന്ന് പറഞ്ഞതാണ് ഇവിടെ വട അച്ചാഹി എന്ന് പറഞ്ഞത്. ഓക്കെ, ശരി. ഇനിയിപ്പോ അവിടെ അധികം കാര്യങ്ങളൊന്നും സംസാരിക്കേണ്ടി വരില്ല അല്ലെ. ഒരു ചെറിയ ചായ കുടിക്കുന്നു, അവിടെ എന്തെങ്കിലും കഴിക്കാനുള്ളത് വാങ്ങി കഴിക്കുന്നു, നമ്മള് പൈസ എത്രയാന്ന് ചോദിച്ചു കൊടുത്തിട്ട് പോകും അല്ലെ. അപ്പൊ എത്രയായി എന്ന് ചോദിക്കുന്നത് എങ്ങനെയാണ്? ബൈ കിത്തനെ ഹുയേ, കിത്തനെ ഹുയേ എന്ന് വെച്ചാൽ എത്രയായി, അല്ലെങ്കിൽ കിത്തന ഹുവ എന്ന് ചോദിക്കാം കേട്ടോ. കിത്തന ഹുവ അല്ലെങ്കിൽ കിത്തനെ ഹുയേ, ഇതെല്ലാം എന്താണ്? എത്രയായി എന്ന് ചോദിക്കുന്ന. അപ്പൊ ആള് പറയാണ് ഇപ്പൊ ഒരു 50, 60, 70, 80 ഒക്കെ പറയാം അല്ലെ. അപ്പൊ 50 പറയുന്നത് 50 എന്നാണ്. ഈ റൗണ്ട് ഫിഗേഴ്സ് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. 10, 20, 30, 40, 50 എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം ഒരു 50 വരെ പഠിക്കുക. 10, 20, 30, 40, 50. അത് കഴിഞ്ഞ് 60, 70, 80, 90, 100. അതിന് റൗണ്ട് ഫിഗേഴ്സ് പഠിക്കുന്നത് വളരെ നല്ലതാണ് സംസാരിക്കുന്ന സമയത്ത് കേട്ടോ. ഇപ്പൊ അവര് പറയാണ് 70 രൂപയാണെന്ന് പറയുകയാണെങ്കിൽ 70 എന്നാ പറയാം. 70 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവണം അല്ലെ. 70 ആണ്
70 എന്ന് പറയുന്നത്. ഇനി അതുപോലെ 60 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 എന്ന് പറയാം, 60. അതല്ലെങ്കിൽ 80, 80 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80, 90, 90. അതുപോലെ 100 എന്ന് പറയുന്നതാണ് 100, 100 എന്ന് പറഞ്ഞാൽ 100. അപ്പൊ ഈ റൗണ്ട് ഫിഗേഴ്സ് അറിയാത്തവർ അറിഞ്ഞു വെക്കുക കേട്ടോ. ഞാൻ സൈഡിൽ കൊടുക്കാം അറിയാത്തവർക്ക് വേണ്ടി. ഓക്കെ, ഇനിയിപ്പോ നമ്മൾ ചോദിക്കുകയാണ്, ഇപ്പൊ സ്കാനർ നോക്കിയിട്ട് കണ്ടില്ല, സ്കാനർ എവിടെയാന്ന് ചോദിക്കണേ അല്ലെ. സ്കാനർ അല്ല, എന്ത് വസ്തു ആയിക്കോട്ടെ, നമ്മളിപ്പോ വീട്ടിലാവാം, ഇപ്പോ ഓഫീസിലാവാം, കോളേജിലാവാം, എവിടെയായാലും നമുക്ക് എന്തെങ്കിലും വസ്തുക്കൾ കണ്ടു കഴിഞ്ഞാൽ കണ്ടില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കണം അല്ലെ, എവിടെയാണെന്ന്. എങ്ങനെ ചോദിക്കുക? സ്കാനർ കഹാ ഹെ, കഹാ ഹെ എന്ന് ചോദിച്ചാൽ മതി. ഓക്കെ, അവിടെ കഹാം എന്നാണ് നമ്മൾ എഴുതണമെങ്കിലും പറയുമ്പോ കഹാ ഹെ. ഇനിയിപ്പോ വസ്തുക്കളല്ല, നീ എവിടെയാണ്, തും കഹാം ഹോ എന്നാണ് ചോദിക്കുക കേട്ടോ. തുമ്മായതുകൊണ്ട് ഹോ, അത് ഗ്രാമർ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ നീ എവിടെയാണ് എന്ന് ചോദിക്കുന്ന. തും എന്ന് പറയുന്നത് നിങ്ങളാണ്, തുവാണ് നീ. എന്നാലും നമ്മൾ സംസാരിക്കുമ്പോ തു യൂസ് ചെയ്യണ്ട കേട്ടോ. തുമ്മ് വെച്ച് സംസാരിക്കാം, അല്ലെങ്കിൽ ആപ്പ് വെച്ച് സംസാരിക്കാം. ഓക്കെ, അപ്പൊ തും കഹാ ഹോ എന്നുണ്ടെങ്കിൽ സ്കാനർ കഹാ ഹെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്, സ്കാനർ എവിടെയാണ്. അപ്പൊ ആള് പറയാം അല്ലെ, ഇതറെ. എന്താണ് ഇതറെ? ഭയ്യ ഇതറെ, അല്ലെങ്കിൽ സർ എന്താണോ പറയുന്നത് അതനുസരിച്ച് അദ്ദേഹം പറയും ഇതർ ഹേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്നാണ് പറയുന്നത് കേട്ടോ. ഇവിടെ ഹേ ഉണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞു അല്ലെ, ഹേ ആകുന്നു അല്ലെ, നല്ലതാകുന്നു എന്ന് പറയാൻ ഹേ. ഇവിടെ എന്താണ്? ഇതർ ഹേ എന്ന് പറഞ്ഞാൽ ഇവിടെയുണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയിപ്പോ നമ്മൾ അവിടെ നിന്ന് പോയിരുന്നു. ചില ആളുകൾ പറയും അല്ലെ, ചായ അടിപൊളിയായിരുന്നു അല്ലെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറയും അല്ലെ. ചായ കുടിച്ചിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മൾ പറയും. നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ പറയാറുണ്ടല്ലേ. എങ്ങനെയാ പറയണ്ടേ? ചായ് ബഹുത് അച്ചി തി എന്നാ പറയാം. ഇവിടെ ചായ് എന്നുള്ള വേർഡ്, ഇവിടെ നമ്മുടെ ചായനെ സ്ത്രീലിംഗ വേർഡായിട്ടാട്ടോ പറയുന്നത്. സ്ത്രീലിംഗമാണ്, അതുകൊണ്ടാണ് അച്ചി തി എന്ന് പറയുന്നത്. അതല്ല പുല്ലിംഗമായിരുന്നെങ്കിൽ എങ്ങനെ പറയണം? ചായ് ബഹുത് അച്ചാത്ത എന്നാണ് പറയേണ്ടത്. ഇവിടെ നമുക്ക് ചായ് എന്നുള്ള വേർഡ് സ്ത്രീലിംഗം ആയതുകൊണ്ട് ചായ് ബഹുത് അച്ചി തി എന്നാണ്. ഓക്കെ, അപ്പൊ വളരെ ചെറിയൊരു ക്ലാസ് ആണ്. കുറെ കുട്ടി കുട്ടി വാക്കുകൾ നിങ്ങൾക്ക് കിട്ടി കാണും, പുതിയ പുതിയ അർത്ഥങ്ങൾ കിട്ടി കാണും. പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവരോട് പറയാണ്, നമ്മുടെ ചാനലിലെ മെമ്പേഴ്സ് ഓൺലി ഗ്രൂപ്പിൽ ഇപ്പൊ ഒരു 50 days ക്ലാസ് റണ്ണിങ് ആണ്. ആരെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ജോയിൻ ബട്ടൺ കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 59 rupees സിൽവർ ഓപ്ഷൻ ചൂസ് ചെയ്താൽ ഫസ്റ്റ് ക്ലാസ് മുതൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, കൂടാതെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.